തിരുവനന്തപുരത്ത് ലഹരിക്കടത്തുകാരനെ സാഹസികമായി പിടികൂടി ഡാൻസ് ഓഫ് സംഘം. മലയൻകീഴ് സ്വദേശിയായ ഷംനു ആണ് പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. കാർ തടഞ്ഞപ്പോൾ പോലീസ് വാഹനവും മറ്റ് 2 കാറുകളും ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടാനാണ് ഇയാൾ ശ്രമിച്ചത്. പക്ഷേ പോലീസ് വിട്ടുകൊടുത്തില്ല. വളരെ സാഹസികമായി തന്നെ ഇയാളെ പിടികൂടുകയായിരുന്നു. അനന്തദർശൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, ഓപ്പറേഷൻ തൂഫാൻ വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. നമ്മൾ അനന്തൻ തന്റെ റിപ്പോർട്ടിൽ തന്നെ ആളുകളെ പിടികൂടുന്നതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ എങ്ങനെയായിരുന്നു പരിശോധന? ഇയാൾ ഏത് വിധത്തിലാണ് പോലീസിനെ വെട്ടിക്കാൻ ശ്രമിച്ചത്? പോലീസ് എങ്ങനെ പിടികൂടി? ദിവിഷ, ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന വലിയ ലഹരിവേട്ടകളിലൊന്നാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിൽ നിന്ന് ഒരു മയക്കുമരുന്ന് കടത്തുകാരനെ അതിസാഹസികമായി തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ ഡാൻസ് ഓഫ് സംഘം ടെക്നോ പാർക്കിൽ പരിശോധനയ്ക്കെത്തിയത്. അപ്പോൾ ഈ മയക്കുമരുന്ന് കടത്തുകാരനെ പോലീസ് കണ്ടെത്തി. ഇയാൾ ഒരു കാറിലായിരുന്നു. കൈ കാണിച്ച് കാർ നിർത്താൻ ശ്രമിച്ചപ്പോൾ ഇയാൾ വാഹനം വെട്ടിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ശ്രമത്തിനിടയിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പോലീസ് വാഹനവും ഇടിച്ചു തെറിപ്പിച്ചു. മറ്റ് 2 സ്വകാര്യ വ്യക്തികളുടെ കാറുകളും ഇടിച്ചു തെറിപ്പിച്ചു. 3 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇയാളെ പിന്നീട് അതിസാഹസികമായിട്ടാണ് തടഞ്ഞു നിർത്തി പിടികൂടിയത്. ഇയാളെ പരിശോധിച്ചപ്പോൾ 100 ഗ്രാം MDMA ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മലയൻകീഴ് സ്വദേശി ഷംനു 30 വയസ്സാണ് ഇപ്പോൾ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ നേരത്തെയും ഈ മയക്കുമരുന്ന് കടത്തുകളിൽ പ്രതിയാണ്. ഒരിക്കൽ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി മയക്കുമരുന്ന് കടത്തിയതിന് ഇയാൾ പിടിയിലായിട്ടുണ്ട്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ വലിയ അളവിലുള്ള MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സിറ്റി പോലീസ് നടത്തിയിരിക്കുന്ന വലിയ ലഹരിവേട്ടകളിലൊന്നാണിത്.